പിന്നെ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക സൈനിക യോഗമൊക്കെ ഇന്നലെ കൂടിയിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ഫുൾ ഫ്രീഡം ടു ഫോഴ്സസ് എന്നാണ് പറയുന്നത്. മോദി ഗീവ്സ് ദ ആർമഡ് ഫോഴ്സസ് ഫുൾ ഓപ്പറേഷണൽ ഫ്രീഡം ടു ഡിസൈഡ് ദ മോഡ്, ടാർഗറ്റ് ആൻഡ് ടൈമിംഗ് ഓഫ് ദെയർ ആക്ഷൻ എഗൻസ്റ്റ് ടെറർ ഔട്ട്ഫിറ്റ്സ് ആൻഡ് എക്കോസിസ്റ്റം. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിട്ടു തന്നേക്കുന്നു, എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്തോ, അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, സൈന്യം റെഡിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയാണ് നമ്മുടെ ശത്രു രാജ്യത്തിന് നിർണായകം എന്ന് പറയുന്നത്. അത് എങ്ങനെ എവിടെ വെച്ച് കാണിക്കും എന്നുള്ളതാണ് നമ്മളിങ്ങനെ നോക്കി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? തീർച്ചയായും ഇനിയിപ്പോൾ ഇതിൻ്റെ തിരിച്ചടി എന്നുള്ളത് സൈന്യം തീരുമാനിക്കും. എപ്പോൾ എങ്ങനെ എന്നുള്ളത് സൈന്യം തീരുമാനിക്കും. അതായത് പ്രധാനമന്ത്രിയുടെ യോഗത്തിലാണ് ധാരണ ഉണ്ടാക്കുന്നത്. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി ഇത്രയധികം സൈന്യത്തിന് ഇത്തരത്തിൽ ഒരു അംഗീകാരം കൊടുക്കുന്നത്. അത് മാത്രമല്ല അന്തിമ അംഗീകാരം കേന്ദ്ര ക്യാബിനറ്റ് കൂടി നൽകുകയാണ്. ഒരു അഭിമാന നിമിഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യൻ സൈന്യത്തിന് ഒരു അഭിമാന നിമിഷമാണ് അല്ലേ? പ്രധാനമന്ത്രി ഒരു സർക്കാർ നമ്മുടെ സൈന്യത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സൈന്യത്തിന് കിട്ടുന്ന വലിയ ബഹുമതികളിൽ ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നു, നമുക്കിപ്പം നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എഡിറ്റോറിയൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ നമ്മളത് മിസ്യൂസ് ചെയ്യില്ല. നമ്മളത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുക, ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിന് ആ ഒരു ഫ്രീ ആയിട്ട് ഏത് ജോലിയായാലും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് സൈന്യത്തെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണ്ട ഒരു ജോബ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അത് ഒരു നല്ല തീരുമാനം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും പാകിസ്ഥാനിലുള്ള തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവും സമയവും രീതിയും നൽകിയിരിക്കുകയാണ്. അത് സേന നിശ്ചയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന 90 മിനിറ്റ് 1.5 മണിക്കൂർ ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ മന്ത്രിതല സുരക്ഷാ സമിതി വീണ്ടും യോഗം ചേരും. കേന്ദ്ര മന്ത്രിസഭാ യോഗവുമുണ്ട്. തിരിച്ചടി നീക്കങ്ങൾക്ക് അന്തിമ അംഗീകാരം നൽകുക ക്യാബിനറ്റിലാകും. ക്യാബിനറ്റ് അന്തിമ അംഗീകാരം നൽകി കഴിഞ്ഞാൽ പിന്നെ സൈന്യത്തിന് ഒന്നും നോക്കാനില്ല, അവർക്ക് അടിച്ചു നിരത്തുക എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും 1999 കാർഗിൽ യുദ്ധത്തിന് മുമ്പ് ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു. നിയന്ത്രണ രേഖ മറികടക്കരുതെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇക്കുറി ഏത് തരത്തിലാണ് തിരിച്ചടി നൽകുന്നതിൽ വ്യക്തതയില്ല. കാർഗിൽ സമയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ മേധാവിമാരും, സൈനിക, വ്യോമസേന, കരസേന, നാവികസേന മേധാവിമാരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അമിത്ഷാ വളരെ തന്ത്രത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലായിരിക്കും അമിത്ഷായുടെ നീക്കങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അമിത്ഷായെ ഒരു നിയന്ത്രണം കൊടുക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ആവശ്യം കൂടിയാണ്. കാരണം അമിത്ഷാ ഒറ്റയടിക്ക് ചാണക്യ തന്ത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കടുത്തതായിരിക്കും. പക്ഷേ പ്രധാനമന്ത്രി ഒരു മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ആ ഒരു ഗൗരവം നൽകേണ്ടതുണ്ട്. ഏതായാലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ BSF, CRPF, CISF, SSB, അസം റൈഫിൾസ്, NSC എന്നിവയുടെ മേധാവികളുമായും ചർച്ച നടത്തി. പാകിസ്ഥാനുമായുള്ള രാജ്യാന്തര അതിർത്തിയിലെ സാഹചര്യത്തെക്കുറിച്ച് BSFും ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ ദൗത്യത്തെക്കുറിച്ച് CRPFും യോഗത്തിൽ വിശദീകരിച്ചു. കശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ ഭീകരാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 26 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർച്ചയായ 5-ാം ദിവസവും നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ബാരാമുള്ള, കുപ്വാര എന്നിവിടങ്ങൾക്ക് പുറമെ ജമ്മുവിലെ അഖ്നൂർ സെക്ടറിലും വെടിനിർത്തൽ ലംഘിച്ച പാക് പട്ടാളത്തിന് നേരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പ്രധാനമന്ത്രി പറയുന്നത് ലക്ഷ്യം വലുതാണ്, സമയം കുറവാണ്, അതുകൊണ്ട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ തീർക്കണം. ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ യുഗം കോൺക്ലേവിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് 3-ാം തവണയാണ് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുന്നത്. ലക്ഷ്യം വലുത്, സമയം ചെറുത് എന്നുള്ള രീതി. മറ്റൊന്ന്, ഉചിതമായത് ചെയ്തുകൊള്ളാൻ സൈന്യത്തിന് പ്രധാനമന്ത്രിയുടെ അനുമതി നൽകിയെന്നത് യുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പഹൽഗാമിലെ കൂട്ടക്കൊല കൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ചതിന്റെ നേർവിപരീതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഏത് നിമിഷവും അടി വീഴുമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ.
ഇന്ത്യയുടെ പ്രത്യാക്രമണം സംബന്ധിച്ച വാർത്തകൾ വരുന്നതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിഷയം ചർച്ചയാകുന്നുണ്ട്. ബഹ്റിനിൽ നിന്നുള്ള മലയാളി എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ശ്രദ്ധേയമാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ഒരു വാർത്തയിൽ രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പറയും. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശം നൽകുന്നു. അതായത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നമുക്ക് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഈ ഭീകരവാദികളെ 26 പേരുടെ ജീവനെടുത്ത ഭീകരവാദികളെ തീർത്തിരിക്കണം. എന്താണോ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കൂ എന്ന് പറയുന്ന അതിനുള്ള അവസരം പോലും പാകിസ്ഥാന് നൽകാത്ത രീതിയിൽ. കാരണം അവിടുത്തെ ജനങ്ങളെ അല്ല പറയുന്നത്, സാധാരണ ജനങ്ങളല്ല, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ട്, അവരെ അല്ല പറയുന്നത്. ഭീകരവാദത്തെ വളർത്തുന്നവരെ വേരോടെ പിഴുതിഞ്ഞ് കൊണ്ടുവന്നേക്ക്, ബാക്കി നമുക്ക് ഇവിടെ വെച്ച് കാണാം. കാരണം ഈ ഭീകരവാദികളെ, ഈ പഹൽഗാമിൽ കൊല്ലപ്പെട്ട പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ ജീവനോടെ പിടിക്കാനാണ് ഇന്ത്യയുടെ തന്ത്രം എന്ന് പറയുന്നത്. കാരണം അവരെ ജീവനോടെ പിടിച്ചാലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്നറിയാൻ പറ്റൂ. ഇതിലൊരു പാക് കമാൻഡർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണോ അല്ലെങ്കിൽ ഹമാസിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹമാസും പാകിസ്ഥാനും ഒക്കെ ചേർന്ന് ഇന്ത്യക്കെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. കാരണം 1.5 വർഷമായി ഇവർ ഇതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറിയിട്ട് ചില ഈ ടൂറിസ്റ്റുകൾ വന്ന വീഡിയോയിൽ, ഒരു 6-7 മാസം മുമ്പ് എടുത്ത വീഡിയോയിൽ ഇവരുടെയൊക്കെ പടങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ആശങ്കയുടെ മുൾമുനയിലാണ്. കാരണം എവിടെയൊക്കെ അവന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും വീഴ്ച എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടെ ഉള്ളവർ തന്നെ നമ്മളെ ഒറ്റാൻ തുടങ്ങിയിരിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ തെറ്റായി ചൂണ്ടിക്കാണിക്കണം. അതിനുവേണ്ടി രാജ്യത്തെ ആരെങ്കിലും ഒറ്റുന്നുണ്ടോ, അങ്ങനെ പല സംശയങ്ങളും ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു 2014 ശേഷം രാജ്യസുരക്ഷ വളരെ വലിയ രീതിയിലാണ്. നാം ഒന്നടിച്ചാൽ 2 തിരിച്ചു കൊടുക്കും, ഒന്നടിച്ചാലേ നമ്മൾ 2 തിരിച്ചു കൊടുക്കൂ എന്നുള്ളതാണ്. അങ്ങോട്ട് പോയി നമ്മൾ അടിക്കാറില്ല, ഒന്നടിച്ചാൽ 2 തിരിച്ചു കൊടുത്തിരിക്കും. ആ അടി വല്ലാത്ത രീതിയിലുള്ള, പിന്നെ തിരിച്ചു പൊങ്ങാത്ത രീതിയിലുള്ള അടിയായിരിക്കും. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടും പാകിസ്ഥാൻ വീണ്ടും ഇടപെടണമെങ്കിൽ, വീണ്ടും ഇതിലേക്ക് കയറി അടിക്കണമെങ്കിൽ പ്രാദേശികമായ സപ്പോർട്ട് പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ കൃത്യമായി ആ പ്രാദേശിക സപ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രദേശവാസികളായ 15 പേർ NIAയുടെ കസ്റ്റഡിയിലുണ്ട്. ആ 15 പേരുടെ സഹായം കൊണ്ടാണ് ഈ തീവ്രവാദികൾ ഈ പഹൽഗാമിലേക്ക് കയറി വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ രാജ്യസുരക്ഷയെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനായി പ്രാദേശികമായി ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. ഇന്നലെ ഉമർ അബ്ദുള്ള പറഞ്ഞായിരുന്നു, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, ഇത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയല്ല, ഇത് എൻ്റെ വീഴ്ച തന്നെയാണ്. കാരണം ഈ പ്രദേശവാസികളെ ആളുകൾ ഇത്തരത്തോളം തെണ്ടിത്തരം കാണിക്കുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അതെ, ഇനിയിപ്പോ ഉത്തരവാദിത്വമൊക്കെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നോ. തീവ്രവാദികൾ കയറി നിരപരാധികളായ 28 പേരെ തീർത്തു. അതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ മതിയാകും, അത് പിന്നീടാവട്ടെ. ഇപ്പോൾ നമ്മുടെ ആവശ്യം ഈ ഭീകരരുടെ ജീവനോടെ പിടിക്കുക, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വേരോടെ പിഴുതെറിയുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഉമർ അബ്ദുള്ളയെ പിന്നെ നമ്മൾ കണ്ടോളാം, പിന്നെ കാര്യങ്ങൾ പിന്നെ നമ്മൾ തീരുമാനിച്ചോളാം എന്നുള്ള രീതിയായിരിക്കും ഇന്ത്യ എടുക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല UN-ൽ ഇന്ത്യ കൃത്യമായി രൂക്ഷ വിമർശനമാണ് പാകിസ്ഥാനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊരു തെമ്മാടി രാജ്യമാണ്. ഈ തെമ്മാടി രാജ്യത്തോട് ഇനി ഒരു രീതിയിലുമുള്ള അനുകമ്പ ഞങ്ങൾ പ്രകടിപ്പിക്കില്ല എന്നാണ് ഇന്ത്യ UN-ൽ പറഞ്ഞിരിക്കുന്നത്. വളരെ രൂക്ഷമായ വിമർശനമാണ് ഇന്ത്യ UN-ൽ നടത്തിയിരിക്കുന്നത് എന്നുള്ള. ഒരു രാജ്യത്തെ തെമ്മാടി രാജ്യം എന്നൊക്കെ വിളിക്കണമെങ്കിൽ എത്രത്തോളം ഇന്ത്യക്ക് നൊന്തു എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇന്ത്യക്ക് എത്രത്തോളം നൊന്തു എന്നുള്ളതാണ്. ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഒരു എന്താ പറയുക, ഒരു ചങ്കുറപ്പുള്ളൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് കാവൽ നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള 4, 5, 6 എണ്ണം കയറി വന്ന് ഇന്ത്യയെ തകർക്കാനായി, കശ്മീർ പിടിച്ചെടുക്കാനായി നിരപരാധികളെ തീർക്കുന്നു എന്ന് പറയുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. സൈന്യം ഒരു സൈനികന്റെയും ജീവൻ ആപത്ത് വരാതിരിക്കട്ടെ. കാരണം അവർ നമുക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവന് വേണ്ടിയാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാ സൈനികരും ഈ തീവ്രവാദികളെ തീർത്തിട്ട് വിജയശ്രീലാളിതരായി തിരിച്ചു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.